ഇയാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ല. ഇയാളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഇങ്ങോട്ടൊരു ഫ്ലൈറ്റ് കയറി വന്നിട്ട് വെറുതെ ഷോ കാണിച്ച് തിരിച്ചു പോയി എന്നല്ലാതെ കേരളത്തിൽ നയാ പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല. എന്നാൽ ഉപകാരം കിട്ടാത്തതുകൊണ്ട് പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ ഇവിടെ ഒരു UDF കാരനോ ഒരു BJP കാരനോ ഇല്ലായിരുന്നു. എന്നിട്ട് ഇന്ന് കേരളം ഒറ്റക്ക് നിന്ന് പോരാടുമ്പോൾ അതിനെ എങ്ങനെ തകർക്കാം, അതിനെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാമെന്ന് മാത്രം നോക്കി നടക്കുന്ന UDF കാരോടും BJP കാരോടും പറയാനൊന്നേ ഉള്ളൂ. അവിടെ നടക്കുന്ന ഈ ടൗൺഷിപ്പ് പദ്ധതി നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം UDF കാർ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന MP. എന്തിനാണ് ഇങ്ങനത്തെ ഒരു MP? വല്ലപ്പോഴും വന്നു പോകാൻ വേണ്ടി മാത്രം, അവിടെ വന്നൊരു ഷോ കാണിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരം വല്ലപ്പോഴും കേരളത്തിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുന്ന പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് അന്നും ഇന്നും എന്നും ഉണ്ടായിട്ടുള്ളത്. UDF കളത്തിലിറക്കി ഷോ വർക്കായി വേണ്ടി മാത്രം ഇറക്കിയതായിരുന്നു രാഹുൽ ഗാന്ധിന്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി. ഏതെങ്കിലും ഒരു മാസത്തിൽ വല്ലപ്പോഴും വയനാട്ടിൽ ഒന്ന് പോകും. അതിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ട് ഇന്ന് കലണ്ടർ അച്ചടിച്ചിറക്കലാണ് UDF കാരുടെ പണി. നിങ്ങളുടെയൊക്കെ ഗതികേടാണ് ഇതൊക്കെ. എല്ലാം പോട്ടേന്ന് വെക്കാം. ഈ ഒരു കൊച്ചു കേരളത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ദുരന്തമാണ് നമ്മൾ ഏറ്റുവാങ്ങിയത്. അതിൽ പെട്ടുപോയവർക്ക് എല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയൂല. പക്ഷെ കൊടുക്കാൻ കഴിയുന്നത് നല്ലപോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തിന് മുമ്പിൽ തന്നെ കേരളം എന്നുള്ള ഈ കൊച്ചു സംസ്ഥാനം വലിയ മാതൃകയാകും. അതുപോലുള്ള ഒരു ടൗൺഷിപ്പ് പദ്ധതിയാണ് അവിടെ വരാൻ പോകുന്നത്. അതിനു പകരം ഇതിന് തകർക്കാൻ വേണ്ടി പണ്ട് കുറെ പ്രവർത്തിച്ചു. ഇന്നും ഇത് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവകാശിലാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ UDF കാരും BJP കാരും നടത്തുന്നത്. പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അകത്തു നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നല്ലപോലെ ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുക. അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പെരുപ്പിച്ച് കാണിച്ചിട്ട് അതിനെ മോശവൽക്കരിക്കുന്ന ഈ UDF-ന്റെയും BJP-യുടെയും നയത്തിനോട് പൂർണ്ണമായി എതിർത്തുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്.